ബിറ്റ്കോയിൻ വീണ്ടും ലക്ഷപ്രഭുവായി മാറി. മറ്റ് ക്രിപ്റ്റോ കറൻസികളിലും കുതിപ്പ് തുടരുകയാണുള്ളത്. എന്തുകൊണ്ടാണ് പെട്ടെന്നുള്ള ഈ കയറ്റത്തിന് കാരണം? നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. അതായത് ലോകത്തെ ഏറ്റവും സ്വീകാര്യമുള്ള ക്രിപ്റ്റോ കറൻസിയായി ബിറ്റ്കോയിൻ വില വീണ്ടും കുതിച്ചുയർന്ന് $1,00,000 മുകളിലായി. കാരണം 1.7% ഉയർന്ന് ആണ് ഈ വിലയിൽ എത്തിയത്. ഇന്ത്യൻ രൂപയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 86 ലക്ഷം രൂപ ഒരു ബിറ്റ്കോയിൻ്റെ വില. ലോകത്തെ 1-ാം നമ്പർ സാമ്പത്തിക ശക്തിയായ US-ഉം മുൻനിര സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി UK-യും തമ്മിലെ വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്ന പശ്ചാത്തലത്തിലാണ് ബിറ്റ്കോയിൻ അടക്കമുള്ള ക്രിപ്റ്റോ കറൻസികളുടെ ഈ മുന്നേറ്റം. കഴിഞ്ഞ ഫെബ്രുവരിക്ക് ശേഷം ബിറ്റ്കോയിൻ ആദ്യമായാണ് $1,00,000 ഭേദിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടക്കമിട്ട താരിഫ് യുദ്ധത്തിന് ശേഷം US-ഉമായി വ്യാപാര കരാറിൽ ഏർപ്പെടുന്ന ആദ്യ രാഷ്ട്രമാണ് UK. ചൈനയും ഇന്ത്യയും ഉൾപ്പെടെ മറ്റു രാജ്യങ്ങളുമായി US-ൻ്റെ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. താരിഫ് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നുവെന്ന സൂചനയാണ് ഇത് നിക്ഷേപ ലോകത്ത് നൽകുന്നത്. ഇതാണ് ഡിജിറ്റൽ നിക്ഷേപ മാർഗങ്ങളോട് വീണ്ടും പ്രിയം കൂടാൻ ക്രിപ്റ്റോകളുടെ നില മെച്ചപ്പെടാനുമുള്ള ഒരു കാരണം. ട്രംപ് ഭരണകൂടം ക്രിപ്റ്റോ അനുകൂല നിലപാട് സ്വീകരിക്കുന്നതും നേട്ടമാണ്. മറ്റു പ്രമുഖ ക്രിപ്റ്റോ കറൻസികളായ എഥറിയം അത് ഏകദേശം 6%, സൊലാന അത് ഏകദേശം 2% എന്നിങ്ങനെ ഉയർന്നിട്ടുണ്ട്. മൊത്തം $2,00,000 കോടി മൂല്യമായി ആമസോണിന് പിന്തള്ളി ബിറ്റ്കോയിൻ ആസ്തി മൂല്യത്തിൽ ലോകത്തെ 5-ാം സ്ഥാനത്ത് എത്തിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. പിന്നെ ക്രിപ്റ്റോ കറൻസി എന്ന് വെച്ചാൽ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ഡിജിറ്റൽ വിർച്വൽ കറൻസിയാണ് ക്രിപ്റ്റോ കറൻസികൾ. കേന്ദ്രീകൃത നിയന്ത്രണ ഏജൻസികളില്ലാത്തവ ആണിവ. രൂപ ഉൾപ്പെടെ ലോകത്തെ അംഗീകൃത കറൻസികളെ നിയന്ത്രിക്കാൻ അതത് രാജ്യങ്ങളിലെ കേന്ദ്ര സർക്കാരും കേന്ദ്ര ബാങ്കുകളുമുണ്ട്. എന്നാൽ ക്രിപ്റ്റോ കറൻസികൾ സ്വതന്ത്രമാണ്. ലോകത്തെ ഏറ്റവും മൂല്യമേറിയതും സ്വീകാര്യതയുള്ളതുമായ ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ്കോയിൻ.